ഓക്കെ, മൂവിങ് ഓൺ. ഈ ആൽഗേനെ പറ്റി പഠിച്ചാൽ മാത്രം മതിയോ? നമുക്ക് ആൽഗേനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. നമുക്ക് ആൽഗേനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഗുണമുണ്ട് കേട്ടോ, ഒരുപാട് ഗുണമുണ്ട്. എന്താ ഒരുപാട് ഗുണം എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളെ വിചാരം എന്താ, നമ്മൾ കുറേ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ കുറേ ഓക്സിജൻ വലിച്ചെടുത്ത് കുറേ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. പോരാത്തതിന് ഉള്ള ഇൻഡസ്ട്രിയും എന്താ പറയുക, എല്ലാ തരത്തിലുള്ള കാർബൺ എമിഷൻസും ദയവ് ചെയ്ത് നമ്മൾ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലോണം ചെയ്യുന്നുണ്ട് അല്ലേ. ഒരുപാട് കാർബൺ എമിഷനൊക്കെ ഇപ്പോൾ എന്താണ്, ഭയങ്കര ഹൈ ആണ് അല്ലേ. നമ്മൾ കുറയ്ക്കാൻ നോക്കുന്നുണ്ട് എല്ലാവരും, പല എഗ്രിമെൻറ്റ്സും പല എന്താ പറയുക സംഭവങ്ങളൊക്കെ ഉണ്ട്, പല സ്റ്റെപ്സൊക്കെ നടക്കുന്നുണ്ട് കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ കാർബൺ എമിഷൻ എന്താണ്, വളരെ ഹൈ ആണ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഹാംഫുൾ ആണ്, ആൻഡ് വി നോ ഇറ്റ്സ് ദെയർ ഇൻ ദി എൻവയോൺമെൻറ്റ് അല്ലേ. ഗ്ലോബൽ വാർമിങ് അങ്ങനത്തെ പല പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് നടക്കുന്നുണ്ട്. എനിവേസ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ തരുന്ന ആൾക്കാരാരാ? പ്ലാന്റ്സ് ആണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ. പക്ഷെ നമ്മളെ മനസ്സിൽ വരുന്ന ആൾക്കാരായിരിക്കും ഈ വലിയ വലിയ മരങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, 50% ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ചെയ്യുന്ന ആരാ? നമ്മളെ ആൽഗയാടോ. നമ്മളെ ആൽഗ. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ബട്ട് പവർഫുൾ. ഞാൻ പറഞ്ഞോ, സിമ്പിളല്ലേ ആളിത്രല്ലേ ഉള്ളൂ. പക്ഷെ എന്താ, അത് 50% അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്. റൈറ്റ്, അതൊരു വലിയ യൂസ് അല്ലേ, അതൊരു വലിയ യൂസാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. പിന്നെന്താ, ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ, വെള്ളത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് എയറിലുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷേ എന്താണ്, ആൽഗെ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിലും ഇല്ലേ. അപ്പം വെള്ളത്തിലുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പറയുന്നത്. വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്നൊരു പരിപാടിയുണ്ട്. അതായത് H2O ഓക്സിജൻ അല്ലാതെ വെള്ളത്തിനകത്ത് ഈ പറഞ്ഞ പ്ലാന്റ്സിനും അതേപോലെ തന്നെ വെള്ളത്തിനകത്ത് ജീവിക്കുന്ന ആനിമൽസിനും ഒക്കെ ശ്വസിക്കാൻ വേണ്ടി എന്തുണ്ട്, ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട്. ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ടും ആര് കൂട്ടും? ഈ ആൽഗെ കൂട്ടും. അപ്പം അക്വാറ്റിക് ആനിമൽസിനും നന്മയാണ് ചെയ്യുന്നത്, അതേപോലെ ലാൻഡിലുള്ള ആൾക്കാർക്കും നന്മയാണ് ചെയ്യുന്നത്. ആര്? ഈ ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യത്തത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ 50% ആരാ ചെയ്യുന്നത്? നമ്മൾ ആൽഗയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താ ഞാൻ പറഞ്ഞത്, ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ്, വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് എന്ത് ചെയ്യും, കൂട്ടുന്നുണ്ട്. റൈറ്റ്, അതേപോലെ എന്താ, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓഫ് എനർജി റിച്ച് കോമ്പൗണ്ട്സ് വിച്ച് ഫോം ദ ബേസിസ് ഓഫ് ഫുഡ് സൈക്കിൾസ് ഓഫ് ഓൾ അക്വാറ്റിക് ആനിമൽസ്. എന്താ ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ആൽഗകളൊക്കെ എന്ത് ചെയ്യും, ചില നല്ല എനർജി ഉള്ള ചില കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഈ കോമ്പൗണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, വേറെ വലിയ വലിയ അക്വാറ്റിക് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഇല്ലേ, അവർക്ക് ഫുഡായിട്ട് പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ പറഞ്ഞ ആൽഗേനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താ, ഫുഡ്. അതായത് നമ്മളെ കാര്യമാണ് പറഞ്ഞത്, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഫുഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല ആൽഗേനെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഏത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാമിനാരിയ, സർഗാസം, പോർഫൈറ എന്നൊക്കെ പറഞ്ഞ പല ആൽഗേനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഫുഡായിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഡിബിളാണ്. ആൽഗി എഡിബിളാണ്. എല്ലാ ആൽഗിയും എന്താ പോയിസണസ് ഒന്നുമല്ല, എഡിബിൾ ആയിട്ടുള്ള ആൽഗിയും ഉണ്ട്. എക്സാമ്പിളാണ് നിങ്ങളവിടെ കാണുന്നത്, പോർഫൈറ, ലാമിനാരിയ ആൻഡ് സർഗാസം. കാണിച്ചു തരാം, ഡോണ്ട് വറി. പോർഫൈറേനെയും ലാമിനേരിയനെയും ഞാൻ കാണിച്ചു തരാം. ഇതാണ് പോർഫൈറയും ലാമിനേരിയും. ഇത് നമ്മൾ കഴിക്കുന്നോ? എന്തായി പറയണേ, കഴിക്കും. ഓക്കെ, നമ്മളിത് എഡിബിളാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. എല്ലാവരും കഴിക്കുന്നൊന്നും ഉണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല. ഞാനും പേഴ്സണലി ഇത് രണ്ടും കഴിച്ചിട്ടില്ല. പക്ഷേ what I'm saying is it's edible. ഇത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഹെൽത്തി ഓൾസോ. ഓക്കെ, ഇത് മോശം കാര്യമല്ല. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കോഴീനെയും മട്ടനും ബീഫും എല്ലാം എന്ത് ചെയ്യും, മുറിച്ചിട്ട് കൊന്നിട്ട് കഴിക്കും. പക്ഷേ ദാറ്റ്സ് നോട്ട് ഡിസ്കസ്റ്റിംഗ്. പക്ഷേ ഇതേപോലത്തെ ആൽഗനെ കഴിച്ചാൽ ദാറ്റ്സ് ഡിസ്കസ്റ്റിംഗ് അല്ലേ. നല്ല സൈക്കോളജിയാണ്. എനിവേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ആൽഗേനെ ഫുഡായിട്ട് ഉപയോഗിക്കും. എക്സാമ്പിൾ ഏതാ, പോർഫൈറയും ലാമിനാരിയും. പിക്ചർ കാണിച്ചു തന്നു, ഇനി മറന്നു പോവോ? ഇല്ല. പോർഫൈറയും ലാമിനാരിയും അത് മാത്രമാണ് യൂസസ് അല്ല. ഫുഡ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ യൂസസ് കഴിഞ്ഞല്ലേ. നോ, ഹൈഡ്രോകൊലോയിഡ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഈ പറഞ്ഞ ആൽഗെ സഹായിക്കുന്നുണ്ട്. കൊലോയിഡുകളാണ് ബേസിക്കലി. കൊലോയിഡ്സ് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവില്ലേ, കൊലോയിഡുകൾ എന്താണെന്ന്. സസ്പെൻഷൻ കൊലോയിഡ്സ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, സൊല്യൂഷൻ, സസ്പെൻഷൻ, കൊലോയിഡ്സ്, അങ്ങനെ 3 ഡിവൈഡ് ചെയ്തില്ലേ. അങ്ങനെ കൊലോയിഡുകൾ, ചില കൊലോയിഡ് ഉണ്ട്. എക്സാമ്പിൾ ആൽജിൻ, അതേപോലെ കാരഗീനൻ. എന്താ എക്സാമ്പിൾ, ആൽജിനും കാരഗീനനും. നല്ല പേര്, ആൽബിൻ. നമുക്ക് ചിലപ്പം ആൽബിൻ എന്ന് പറഞ്ഞ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ആൽബിൻ ഇരുന്ന് കാണുന്നുണ്ടാവും. ഇത് ആൽബിൻ അല്ല, ആൽജിൻ. ഓക്കെ, ആൽജിൻ. സോ എന്താണ്, ഹൈഡ്രോകൊലോയിഡ്സ് ഉണ്ട്. ഹൈഡ്രോകൊലോയിഡ്സിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ആൽഗേൻ്റെ എക്സാമ്പിൾ അല്ല കേട്ടോ. ആൽജിനും കാരഗീനനും ഹൈഡ്രോകൊലോയിഡുകൾ എക്സാമ്പിളാണ്. ഈ ആൽജിൻ ഉണ്ടാക്കുന്നത് എവിടുന്നാ? ബ്രൗൺ ആൽഗെ എന്നാ. എടോ, ഞാനവിടെ ബ്രൗൺ കളർ കൊടുത്തത് ചുമ്മാ ഒരു സ്റ്റൈലിന് കൊടുത്താണോ അവിടെ ബ്രൗണ്? അല്ല, ആൽജിൻ ഉണ്ടാക്കുന്നത് എവിടുന്നാ?
ബ്രൗൺ കളറുടെ ആൽഗെ എന്നാ. അതേപോലെ കാരഗീനൻ ഉണ്ടാക്കുന്ന എവിടുന്ന? റെഡ് കളറുടെ ആൽഗെ എന്നാ. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് കുറച്ച് യൂസസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ യൂസസ് ഇതുവരെ പറഞ്ഞത്? ഫുഡായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഓഫ് കോഴ്സ് അതാണ് ഓർമ്മയുള്ളത് അല്ലേ. പോർഫൈറ, ലാമിനാരിയ, സർഗാസം പോലത്തെ അതേപോലെ വേറെ 70ഓളം സ്പീഷീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്. 50% ആരാ ചെയ്യുന്നത്? ആൽഗ ചെയ്യുന്നത്. വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ എമൗണ്ട് കൂട്ടുന്നുണ്ട് അല്ലേ. അതേപോലെ ചില ആൽഗയിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി റിച്ച് കോമ്പൗണ്ടുകൾ മറ്റു ചില പ്ലാന്റ്സിനും ആനിമൽസിനും എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ശരിയല്ലേ? അതേപോലെ ഹൈഡ്രോ കൊലോയിഡുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ആൽഗേൻ്റെ യൂസസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം ആൽഗേൻ്റെ യൂസസ് ചോദിക്കാറുണ്ട് 5 മാർക്കിനൊക്കെ. വേറെ ഒരു ഗ്രൂപ്പിൻ്റെയും യൂസസ് അങ്ങനെ ചോദിക്കാറില്ല. ബ്രയോ ആണെങ്കിലും ടെറിഡോ ആണെങ്കിലും ജിംനോ ആണെങ്കിലും അങ്ങനെ വലിയ രീതിയിൽ നിങ്ങൾക്ക് യൂസസ് ഒന്നും പഠിക്കാനില്ല. ആൽഗയിൽ മാത്രമാണ് ഇങ്ങനെ യൂസസ് എന്നൊരു ഹെഡിങ്ങും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ടേംസ് ഒക്കെ പഠിക്കാനുള്ളത്. സോ അത് നിങ്ങൾ എന്തായാലും ഒരു നോട്ട്സൊക്കെ എഴുതി വൃത്തിക്കൊന്നും ചെയ്യുക, പ്രിപ്പയർ ചെയ്യണം കേട്ടോ. കാരണം ചോദിക്കാറുണ്ട്. അപ്പോൾ ആൽജിൻ എന്ന് പറയുന്നത് എവിടുന്നാണ് കിട്ടുന്നത്? ബ്രൗൺ ആൽഗേന്ന്. കാരഗീനിൻ്റെ എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? റെഡ് ആൽഗേന്ന്. റൈറ്റ്. അതേപോലെ വേറൊരു കൊലോയിഡാണ് അഗർ എന്ന് പറയുന്നത്. അഗർ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അഗർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹിന്ദിയിലെ അഗർ അതല്ല കേട്ടോ. അഗർ ആ സാധനമല്ല കേട്ടോ. അഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേമാണ്. ഓക്കെ, ഒരു ഹൈഡ്രോ കൊലോയിഡിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു നെയിമാണ് എന്തെന്ന് പറയുന്നത്? അഗർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നെയിം ഓഫ് എ കൊലോയിഡ് പോലത്തെ ഒരു സബ്സ്റ്റൻസാണ്, ഒരു ജെല്ലി പോലത്തെ സബ്സ്റ്റൻസാണ് അഗർ എന്ന് പറയുന്നത്. നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താ ടിഷ്യൂ കൾച്ചർ? നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു സെൽസ് ഇല്ലേ പ്ലാന്റ്സിൻ്റെ, ആ കുഞ്ഞു കുഞ്ഞു സെൽസ് നിന്ന് ഒരു വലിയ പ്ലാന്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഈ ടിഷ്യൂ കൾച്ചറിൽ ഈ അഗർ ഇസ് വൈഡ്ലി യൂസ്ഡ്. ഓക്കെ, വൈഡ്ലി ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാ? അഗറാണ്. അതേപോലെ നമ്മൾ ഐസ്ക്രീമും ജെല്ലിയും, ആ ടിഷ്യൂ കൾച്ചർ വിട്ടെ ഐസ്ക്രീമും ജെല്ലിയൊക്കെ പോകാൻ പറ്റുന്നില്ലേ. ഐസ്ക്രീമിലും ജെല്ലിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അഗർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മതിയായോ? ഇനി ഞാൻ ഐസ്ക്രീമും കഴിക്കൂല ജെല്ലിയും കഴിക്കൂല എന്നായിരിക്കും അല്ലേ. സി ഗൈസ്, അതിലൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ലല്ലോ, ഇനി ഒരു പ്രശ്നം വരാൻ പോകുന്നുമില്ല. ഓക്കെ, നമുക്ക് പൊതുവെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ കഴിക്കും അല്ല, ഉച്ചയ്ക്ക് ചോറ് ഉപ്പേരി പോട്ടെ എല്ലാം കഴിക്കും. പക്ഷേ ഈ ആൽഗേനെ കഴിക്കുക എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് ദഹിക്കുന്നില്ല അല്ലേ. ആൽഗേനെ കഴിക്കാന്ന് പറയുമ്പോൾ അതങ്ങോട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ ഇറ്റ്സ് നോ ബിഗ് ഡീൽ. ഓക്കെ, ആൽഗെ ഈസ് ഓൾസോ പാർട്ട് ഓഫ് എ പ്ലാന്റ്. ആൽഗെ ഒരു ആനിമൽ അല്ല. ആൽഗെ ആനിമലാന്ന് വിചാരിക്കുന്നവരെ ഉണ്ടാവും. ഓക്കെ, നോട്ട് എ പ്രോബ്ലം. നമ്മളൊക്കെ അറിയില്ലായിരുന്നല്ലോ. ആൽഗെ ആനിമലാന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടാവും. ആൽഗെ ആനിമൽ അല്ല, ആൽഗെ ഇസ് എ പ്ലാന്റ്. ഓക്കെ, ആൽഗെ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ്. ഓക്കെ, പ്ലാന്റ് കിങ്ഡത്തിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽഗേനെ പഠിക്കുന്നത്. സോ എക്സാമ്പിൾ എന്താണ്? ഗ്രാസിലേറിയയും ജലീഡിയും. റെഡ് കളർ ആൽഗേൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ആര്? ഗ്രാസിലേറിയയും ജലീഡിയും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് പിന്നെ ആവശ്യമുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് എന്ത് ചെയ്യുന്നത് കുറച്ച് തലയിൽ കയറ്റാൻ ശ്രമിക്കുന്നത്. ഗ്രാസിലേറിയയും ജലീഡിയും ഗ്രാസിലേറിയയും ഒരുമിച്ച് അങ്ങ് പഠിച്ചോ. ഒരു നമ്മുടെ കപ്പിൾസ് നെയിം പഠിക്കുന്ന പോലെ അങ്ങ് പഠിച്ചാൽ മതി. ഗ്രാസിലേറിയം ജലീഡിയ എന്ന് പറയരുത് കേട്ടോ. ഇപ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയില്ലേ. കൺഗ്രാജുലേഷൻസ് ഗൈസ്. ശ്രദ്ധിക്കും, ഗ്രാസിലേറിയ ആൻഡ് ജലീഡിയം. എന്താ? ഗ്രാസിലേറിയ ആൻഡ് ജലീഡിയം. ഗ്രാസിലേറിയ പിന്നെ ജലീഡിയം. ഓക്കെ, അപ്പോൾ ഗ്രാസിലേറിയയും ജലീഡിയം എന്താണ്? അതൊരു റെഡ് ആൽഗയാണ്. ഇത് രണ്ടും എന്താണ്? റെഡ് ആൽഗയാണ്. ഈ റെഡ് ആൽഗയാണ് എന്ത് ചെയ്യുന്നത്? അഗർ കിട്ടുന്നത്. അപ്പം ആൽജിൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആൽജിൻ ബ്രൗൺ ആൽഗയെന്ന്. കാരഗീനൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? റെഡ് ആൽഗയെന്ന്. അഗർ റെഡ് ആൽഗയെന്ന് അല്ലേ. ഏത് റെഡ് ആൽഗയെന്ന് അഗർ കിട്ടുന്നത്? എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അഗർ കിട്ടുന്ന റെഡ് ആൽഗേൻ്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ഗ്രാസിലേറിയയും ജലീഡിയം. നിങ്ങളോട് ഈ യൂസസ് ഓഫ് ആൽഗെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? യൂസസ് ഓഫ് ആൽഗെ ചോദിക്കുമ്പം യൂസ്ഡ് ആസ് ഫുഡ് എന്ന് എഴുതും. കാർബൺ ഫിക്സേഷൻ ചെയ്യുന്നു എന്ന് എഴുതും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എഴുതും. പക്ഷേ എക്സാമ്പിൾസ് എഴുതൂല. കാരണം പഠിച്ചിട്ടുണ്ടാവില്ല. കിട്ടുമോ മാർക്ക്? ഫുൾ മാർക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. പകുതി മാർക്ക് കിട്ടിയ ഭാഗ്യം. എക്സാമിനർ അനുസരിച്ചിരിക്കും. നിങ്ങൾ ആ എക്സാമ്പിൾസ് എഴുതാണ്ട് നിങ്ങൾ ബാക്കിയുള്ള എന്ത് സാധനം എഴുതിയിട്ടും കാര്യമില്ല. എക്സാമ്പിൾസ് വേണം. അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിളെങ്കിലും ഓരോന്നിനും പഠിച്ചു വെക്കണം. ഫുഡിൽ പോർഫൈറ മനസ്സിലായി. ഹൈഡ്രോ കൊലോയിഡ്സ് ആണെങ്കിൽ ആൽജിനും കാരഗീനും ഉണ്ട്. ആൽജിൻ ബ്രൗൺ ആൽഗെന്നാണ്, കാരഗീനൻ റെഡ് ആൽഗെന്നാണ്. അഗർ ഉണ്ടാക്കുന്നത് ഗ്രാസിലേറിയയിൽ നിന്നും ജലീഡത്തിൽ നിന്നാണ്. അത് രണ്ടും റെഡ് ആൽഗേൻ്റെ എക്സാമ്പിളാണ്. അറിഞ്ഞിരുന്നാലല്ലേ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. യെസ്. അതേപോലെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്പേസ് ട്രാവൽ, അതായത് നമ്മളിവിടുന്ന് ഇപ്പോൾ സ്പേസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ചോറ്, അച്ചാർ, മീൻ കറി, ചിക്കൻ കറി, ബീഫ് ഇതൊക്കെ എന്താ പറയുക ഉണ്ടാക്കിയിട്ട് പെട്ടിയിലാക്കി കൊണ്ടുപോകാൻ പറ്റുമോ? നടക്കൂലല്ലോ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് റിസോഴ്സല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് പോകുന്നത് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയും ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പല ഫുഡും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ന്യൂട്രീഷന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഫുഡ് സപ്ലിമെൻറ്റ്സാണ് കൊണ്ടുപോകുക, ടാബ്ലറ്റ്സാണ് കൊണ്ടുപോകുക. ഓക്കെ, ടാബ്ലറ്റ്സാണ് കഴിക്കുക.
അതേപോലെ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് സ്പേസ് ട്രാവലിൽ വരെ ഉപയോഗിക്കുന്ന ഒരു ആൽഗ ഉണ്ട്. ഏതാ ആൽഗെ? ക്ലോറല്ല. കാരണം എന്താ, ഈ ക്ലോറല്ല ഒരു പച്ച കളർ ആൽഗയാണ്. അവിടെ ഫോണ്ട് ഞാൻ പച്ച കളർ ആക്കിയിട്ട് നിങ്ങൾക്കറിയാം. ക്ലോറൽ എന്താണ്? ഒരു ഗ്രീൻ കളർഡ് ആൽഗയാണ്. ആൻഡ് ഈ ക്ലോറലിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആൽഗയാണ് ക്ലോറല്ല എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്ലോറല്ല നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്? ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സ്പേസ് ട്രാവലിലൊക്കെ. ക്ലിയർ ആയോ? ഇതാണ് എന്ത് ആൽഗേൻ്റെ യൂസസ് എന്ന് പറയുന്നത്. അപ്പം ആൽഗേൻ്റെ യൂസസും കഴിഞ്ഞു. ഓക്കെ, നൗ ലുക്ക് അറ്റ് മീ. ഓക്കെ, നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ആൽഗയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൽഗേൻ്റെ ഹാബിറ്റാറ്റ് ആദ്യം പഠിച്ചു അല്ലേ? ഹാബിറ്റാറ്റ്, അതിൻ്റെ വാസസ്ഥലത്തിനെ പറ്റി പഠിച്ചു. അതിൻ്റെ റീപ്രൊഡക്ഷൻ പഠിച്ചു. അതിൻ്റെ ഫോം ആൻഡ് സൈസ് പഠിച്ചു. അതേപോലെ ഇതാ ഇപ്പോൾ ഇവിടെ യൂസസും പഠിച്ച് നമ്മളെത്തി. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? ആൽഗേൻ്റെ ക്ലാസിഫിക്കേഷനാണ്. എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ആൽഗേൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ മുന്നേ ഒരു ഫിഗറും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു 2-3 ഫിഗർ കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തേത് ക്ലോറല്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്പേസ് ട്രാവലിൽ ഉപയോഗിക്കുന്ന ഡയറ്ററി സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലോറല്ല. ഇതാണ് ക്ലോറല്ല എന്ന് പറയുന്ന ആൽഗെ. ഇതാണ് ക്ലോറല്ല എന്ന് പറയുന്ന ആൽഗെ. ഓക്കെ, അതിലെന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഫുഡ് സപ്ലിമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് സപ്ലിമെൻറ്റ്സ്, റൈറ്റ്, ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം, റെഡ് ആൽഗെ കണ്ടോ? രണ്ടും റെഡ് കളർ അല്ലേ? ഇത് റെഡ് കളർ അല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് രണ്ടും റെഡ് കളർ അല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കാര്യമില്ല, നിങ്ങളവിടെ പറഞ്ഞിരുന്നു കേട്ടോ. ഇതും റെഡാണ്, മറ്റേത് റെഡാണ്. ഗ്രാസിലേറിയ ജെലീഡിയം എന്താണ്? റെഡ് കളർഡ് ആൽഗേസ് ആണ്. പിക്ചർ കണ്ടില്ലേ? ക്ലിയർ ആയില്ലേ? അടുത്തത് എന്താ? കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിക്കേ. കടലിനടിയിലിട്ടാണ് ഇതുള്ളത്. റൈറ്റ്, സോ ബ്യൂട്ടിഫുൾ അല്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഓക്കെ, അടുത്തത് എന്താ? അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഗൂഗിളിൽ ഫിഗേഴ്സ് തപ്പാം. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ കുറേ ആൾക്കാരുടെ പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. പോർഫൈറ, ലാമിനാരിയ, ക്ലോറല്ല, ഗ്രാസിലേറിയ, ജെലീഡിയം, വോൾവോക്സ്, യൂഡോറീന. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ആരെയാണ് കാണിച്ചു തന്നതെന്ന്. ഇത്രയും ആൾക്കാരുടെ ഫിഗേഴ്സ് ഞാനായിട്ട് തപ്പി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്തു? കാണിച്ചു തന്നു അല്ലേ? PDF ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്, കാരണം കണ്ടാലേ പഠിക്കുള്ളൂ. ഇത് നിങ്ങളോട് ഇനി മറന്നുപോയില്ല. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെ ഫ്യൂക്കസിനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മറന്നുപോകും. യൂളോത്രിക്സ്, സ്പൈറോഗൈറ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അതിൻ്റെ പിക്ചേഴ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കി എടുക്കണം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആൽഗേൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ആൽഗേനെ നമ്മൾ വീണ്ടും 3 ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പുകളെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ഒരു കഥ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഓക്കെ, ഫൈസൽ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ഈ ഫൈസൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഒരു ദിവസം അവനൊരു പ്രശ്നമുണ്ട്. അവൻ എത്ര വിളിച്ചാലും അവൻ കേൾക്കില്ല. അവനെ ഫൈസലേ എന്ന് വിളിച്ചാൽ അവൻ കേൾക്കില്ല. അവന് ഇഷ്ടമല്ല ഫൈസൽ എന്ന് പറഞ്ഞ പേര്. അവൻ ഈ ഫുൾ നെയിം, ചിലർക്ക് ഉണ്ടാവും ഫുൾ നെയിം ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഫുൾ നെയിം ഇഷ്ടമല്ല. എന്നെ തനുജ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് തനു എന്ന് വിളിക്കുന്നത് ഇഷ്ടം. അതുപോലെ ഈ ഫൈസലിനും ഫൈസലേ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവരെന്താ അവനെ വിളിക്കണമെന്ന് അറിയോ? ഫൈസി എന്ന് വിളിച്ചാൽ മതി. സിമ്പിൾ, ഫൈസി. മനസ്സിലായി? ഫൈസി എന്ന് ഞാൻ അവനെ വിളിക്കില്ല, ഞങ്ങളെല്ലാവരും ഫൈസി എന്നാണ് വിളിക്കൽ. ഓക്കെ, ഒരു ദിവസം ഞാൻ അവനെ കുറേ വിളിച്ചു. അവനങ്ങനെ നമ്മൾ കഫേയിലിരിക്കുകയാണ്. അപ്പോൾ അവൻ അപ്പുറത്തായിരിക്കുന്നത്, ഞാൻ ഇവിടെ ഇരിക്കണേ. അപ്പോൾ ഞാനിവിടെ ഫൈസിയെ ഞാൻ കുറേ കിടന്ന് വിളിച്ചു. അവൻ കേൾക്കുന്നില്ല. ഞാൻ കുറേ വിളിച്ചു. ഫൈസി എങ്ങനെ വിളിച്ചു നോക്കിയേ, ഫൈസിയെ വിളിച്ച് കേട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൻ പച്ച കളർ ഡ്രസ്സ് ഇട്ടാണ് നിൽക്കുന്നത്. പച്ച കളർ. അവനാണെങ്കിൽ ബോട്ടണി ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബോട്ടണി ഭ്രാന്തനാവൻ. ഫുൾ ടൈം ബോട്ടണിയാണ് പഠിക്കുന്നത്, ഫുൾ ടൈം ബയോളജിയാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, ഫൈസലിൻ്റെ ശ്രദ്ധ എനിക്ക് എന്ത് ചെയ്യണം? വേണം. അവൻ ഇങ്ങോട്ട് നോക്കിപ്പിക്കണം. എങ്ങനെ നോക്കിപ്പിക്കും? ഫൈസിയെന്ന് വിളിച്ചിട്ട് അവൻ കേൾക്കുന്നില്ല. അവന് ബോട്ടണി ഇഷ്ടമാണ്. അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താ? പച്ച പിഗ്മെൻ്റ് ഏതാ ബോട്ടണിയിൽ? ക്ലോറോഫിൽ അല്ലേ? അപ്പം ഞാൻ ചുമ്മാ ഞാൻ എന്ത് ചെയ്തു? ക്ലോറോഫൈസിയെ എന്ന് വിളിച്ചു നോക്കി. എന്താ ഞാൻ വിളിച്ചത്? ക്ലോറോഫൈസിയെ എന്ന് വിളിച്ചു. അപ്പോൾ ഉണ്ട് തിരിഞ്ഞു നോക്കുന്നത് നമ്മളെ ഫൈസൽ തിരിഞ്ഞു നോക്കിയടോ. ഞാൻ ക്ലോറോഫൈസി എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി. അതിനുശേഷം ഞാൻ പിന്നെ ഓൻ ഏത് ഡ്രസ്സാണ് ഇട്ട് വരുന്നത് അതിൻ്റെ പിഗ്മെൻറ്റിൻ്റെ പേര് വെച്ചിട്ടാണ് ഓനെ വിളിക്കൽ. അത്രേ ഉള്ളൂ. അടുത്ത ദിവസം ഓൻ്റെ ബ്രൗൺ ഡ്രസ്സ് ഇട്ട് വരുന്നു. അപ്പം ഞാൻ വിളിച്ച് ഫിയോഫൈസിയെ എന്ന് വിളിച്ച്. എന്താ വിളിച്ചേ? ഫിയോഫൈസിയെ എന്ന് വിളിച്ച്. അടുത്ത ദിവസം ഉണ്ട് ഓൻ ചുവന്ന നല്ല റെഡ് ടീഷർട്ടൊക്കെ ഇട്ടിരുന്നു. അപ്പം ഞാനെന്ത് വിളിച്ച്? റോഡോഫൈസിയെ എന്ന് വിളിച്ച്. റോഡോഫൈസിയെ എന്ന് വിളിച്ച്. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ എന്തിനാണ് ഇപ്പോൾ കഥ പറഞ്ഞത്? ആൽഗേൻ്റെ 3 ക്ലാസിഫിക്കേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഫൈസലിനെ നമ്മൾ ഫൈസി എന്ന് വിളിച്ചു. പക്ഷേ ഒരു ദിവസം ഫൈസിയെ എന്ന് വിളിച്ചിട്ട് അവൻ കേട്ടില്ല. അവന് ബോട്ടണി ഇഷ്ടമായതുകൊണ്ട് അത് ഞാൻ പച്ച കളർ ഇട്ട് വന്നപ്പോൾ ഞാൻ എന്ത് വിളിച്ചു? ക്ലോറോഫൈസി എന്ന് വിളിച്ചു. ബ്രൗൺ കളർ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ ഞാനെന്ത് വിളിച്ചു? ബ്രൗണോ ഫൈസി എന്ന് വിളിച്ചൊരു ഫണ്ടുണ്ടോ? ഇല്ല, അവന് ഇഷ്ടം ബോട്ടണിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സെൻസിൽ വേണം വിളിക്കാൻ. അപ്പോൾ നമ്മളെന്ത് വിളിച്ചു? ഫിയോഫൈസി എന്ന് വിളിച്ചു. റെഡ് ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ നമ്മളെന്ത് വിളിച്ചു? റോഡോഫൈസി എന്ന് വിളിച്ചു. ഇത് 3 എന്ത് ആൽഗേൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ.
ഇത് ക്ലിയർ ആണോ? ഇനി ഈ പറഞ്ഞ ആൽഗേൻ്റെ ഈ ഒരു ഒറ്റ ടേബിളിലുണ്ട് മെയിനായിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും എവിടെയുണ്ട്? ഈ ഒരു ഒറ്റ ടേബിളുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ എന്താ പറയാൻ പോകുന്നത്, ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായിരിക്കും റെപ്പിറ്റേഷൻ പോലെ തോന്നും. മനസ്സിലായോ? കാരണം ഈ ഒരൊറ്റ ടേബിളിൽ എല്ലാ സംഭവം ബേസിക്കലി ഉണ്ട്. ഈ ടേബിൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. നിങ്ങൾ എൻ സി ആർ ഡിയിലെ ടേബിളാണ്, ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതല്ല കേട്ടോ. ടേബിൾ 3.1 നിങ്ങൾ എൻ സി ആർ ഡിയിലുള്ള ടേബിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന ടേബിളാണ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പഠിച്ചോ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് 3 ക്ലാസ് ആയിട്ടാണ്. അതായത് നമ്മളൊരു ഗ്രൂപ്പ്, നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ അകത്തുള്ള ഒരു ഗ്രൂപ്പ് അല്ലേ ആൽഗെ. ഈ ആൽഗെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ്സസ് എന്നാണ് പറയുക. ഇപ്പോൾ 3 ക്ലാസ് ആണുള്ളത്. ഏതൊക്കെ 3 ക്ലാസ്? ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. പഠിച്ചു. ഇവരുടെ കോമൺ നെയിം പഠിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ട്രിക്ക് പറഞ്ഞു തരണോ? വേണ്ട. ക്ലോറോഫൈസിയെ പച്ച ആൽഗെ, ഗ്രീൻ ആൽഗെ. ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ അല്ലേ. റോഡോഫൈസിയെ റെഡ് ആൽഗെ. സിമ്പിൾ. രണ്ടാമത്തെ സെക്ഷനും പഠിച്ചു. ആദ്യത്തെ സെക്ഷൻ പഠിച്ചു, രണ്ടാമത്തെ സെക്ഷൻ പഠിച്ചു. ഓക്കെ, വേറെ ഒരു ട്രിക്കിൻ്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. ഇറ്റ്സ് സിമ്പിൾ. ജസ്റ്റ് ഏത് കളറാണെന്ന് അവിടെ പറഞ്ഞു കൊടുത്താൽ മതി, കോമൺ നെയിം പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് എന്താ? മേജർ പിഗ്മെൻറ്റ്സ്. എന്താ പറഞ്ഞേ? മേജർ പിഗ്മെൻറ്റ്സ്. അതായത് ഈ പറഞ്ഞ നമ്മളെ ഫൈസ് ഇട്ട് വന്ന ഷർട്ടിൻ്റെ അകത്തുള്ള മേജർ പിഗ്മെൻറ്റ്സ്. ഓക്കെ, ഏതൊക്കെ കളേഴ്സാണുള്ളത്, അല്ലെങ്കിൽ സിംപ്ലി സെയിങ് ഈ പറഞ്ഞ ഗ്രീൻ ആൽഗേനെ ഗ്രീൻ ആക്കാൻ സഹായിക്കുന്ന പിഗ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? എടോ, ഗ്രീൻ ആൽഗെ ഗ്രീൻ ആയത് അതിൻ്റെ അകത്ത് ചില പിഗ്മെൻ്റ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. ആ പിഗ്മെൻറ്റിന് പകരം വേറെ ഏതെങ്കിലും പിഗ്മെൻ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ബ്രൗൺ ആൽഗെ ബ്രൗൺ ആയത്. ഓരോന്നിനും ഓരോ കളറാവാൻ ഓരോ പിഗ്മെൻറ്റിൻ്റെ സഹായം ഉണ്ടാവും. ഓക്കെ, ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാം. ക്ലോറോഫിൽ എ. എന്താ പറഞ്ഞേ? ക്ലോറോഫിൽ എ. മൂന്നിലുണ്ട്. നമ്മളെ ഫിയോഫൈസിയയിലും ക്ലോറോഫൈസിയയിലും റോഡോഫൈസിയയിലും ആരുണ്ട്? ക്ലോറോഫിൽ എ ഉണ്ട്. ഒരു പിഗ്മെൻറ്റ് പഠിച്ചോ, മൂന്നിലെയും ഒരു പിഗ്മെൻറ്റ് പഠിച്ചോ. ഒരു വെടിക്ക് 3 പക്ഷി കേട്ടോ. ക്ലോറോഫിൽ എ കഴിഞ്ഞു. അടുത്തത് ക്ലോറോഫൈസിയെ. ആദ്യത്തെ ടേബിൾ, അതായത് ആദ്യത്തെ സെക്ഷനാണ്. 1 ആണ് ആര്? ക്ലോറോഫൈസിയെ. 2 ആണ് ആര്? ഫിയോഫൈസിയെ. 3 ആണ് ആര്? റോഡോഫൈസിയെ. അപ്പം എ കഴിഞ്ഞാൽ വരുന്ന ആരാ? ബി അല്ലേ. ബി ഉണ്ട് എവിടെ? ക്ലോറോഫൈസിയയിൽ. അതേ ബി പിന്നെ ബ്രൗൺ ആൽഗയിൽ വരുമോ? ചുമ്മാ കോമൺ സെൻസ് ഉണ്ട്. ക്ലോറോഫൈസിയിൽ എന്തൊക്കെയാണുള്ളത്? ക്ലോറോഫിൽ എയും ബിയും. പിന്നെ എയും ബിയും വീണ്ടും എവിടെ? ഫിയോഫൈസിയിൽ വരുമോ? ഇല്ല. എ വരും, പക്ഷെ ബിക്ക് വേറെ ആരാ വരുന്നത്? സി. സി. അപ്പം എയും ബിയും എവിടെ? ക്ലോറോഫൈസിയൽ. എയും സിയും എവിടെ? ഫിയോഫൈസിയൽ. റോഡോഫൈസിയലോ? എയും ഡിയും. റെഡിൽ ഡി എന്നൊരു അക്ഷരമില്ലേ? റോഡോഫൈസിയെ അല്ലെങ്കിൽ റെഡ് ആൽഗെ എന്ന് പറയുമ്പം അവിടെ ഡി എന്ന് പറഞ്ഞൊരു വേർഡില്ലേ? അല്ലെങ്കിൽ റോഡോഫൈസിയെ റെഡ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഡി ഇല്ലേ? അപ്പം ക്ലോറോഫിൽ എ ആൻഡ് ഡി. ക്ലിയർ ആയോ? ക്ലോറോഫിൽ എ ആൻഡ് ഡി. പിഗ്മെൻറ്റ്സ് ഒന്ന് പറഞ്ഞേ, നോക്കാണ്ടൊന്ന് പറഞ്ഞു, ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഏതൊക്കെയാണ് ഉള്ളത്? നമ്മുടെ ക്ലോറോഫൈസിയിൽ ഏതൊക്കെയാണ് പിഗ്മെൻറ്റ്സ് ഉള്ളത്? ക്ലോറോഫിൽ എ ആൻഡ് ബി. ഫിയോഫൈസിയിൽ ഏതൊക്കെയാണ് പിഗ്മെൻറ്റ്സ് ഉള്ളത്? ക്ലോറോഫിൽ എ ആൻഡ് സി. ഇനിയിപ്പോൾ റോഡോഫൈസിയിൽ ഏതൊക്കെയാണ് പിഗ്മെൻറ്റ്സ് ഉള്ളത്? ക്ലോറോഫിൽ എ ആൻഡ് ഡി. ക്ലിയർ ആയോ? മേജർ പിഗ്മെൻറ്റ്സ് പഠിച്ചു. ഇനി 2 കുഞ്ഞ് പിഗ്മെൻറ്റ്സ് പറഞ്ഞുതരാം. കുഞ്ഞ് പിഗ്മെൻറ്റ്സ്. കണ്ണ് തുറന്നോ? ഇപ്പോഴും കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണോ? കണ്ണ് തുറന്നോ ഗൈസ്? ഓക്കെ, ഒരു കുഞ്ഞ് പിഗ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞുതരാം. എന്താ പിഗ്മെൻ്റെ പേര്? ഫ്യൂക്കോക്സാന്തിൻ. എന്താ? ഫ്യൂക്കോക്സാന്തിൻ. എവിടെയുള്ളത്? ഫിയോഫൈസിയൽ. ഫിയോ എന്ന് പറയുമ്പോഴും ഫ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ. ഫ്യൂക്കോക്സാന്തിൻ എന്ന് പറയുമ്പോഴും ഫ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടല്ലോ. ഫാഫ. ഓക്കെ, ഫാഫ ഫാൻസ് ഒക്കെ ഉണ്ടാവില്ലല്ലോ ഇവിടെ. എനിവേസ്, ഫിയോഫൈസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിനകത്തുള്ള പിഗ്മെൻറ്റ്? ഫ്യൂക്കോക്സാന്തിൻ. എന്താ പിഗ്മെൻറ്റ് ഏതാ? ഫ്യൂക്കോക്സാന്തിൻ. അതേപോലെ ഇനിയിപ്പോൾ റോഡോഫൈസിയിലേക്ക് വരികയാണെങ്കിലോ ഫൈക്കോ എറിത്രിൻ. എന്താ? ഫൈക്കോ എറിത്രിൻ. അപ്പം പിഗ്മെൻറ്റ്സ് ഞാൻ സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ പിഗ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു തന്നു. ക്ലോറോഫിൽ എ ബി ക്ലോറോഫൈസിയൽ, ക്ലോറോഫിൽ എ സി ഫിയോഫൈസിയൽ, ക്ലോറോഫിൽ എ ഡി റോഡോഫൈസിയൽ. അതല്ലെങ്കിൽ അറിയാലോ. ഇനി 2 പിഗ്മെൻറ്റ്സും കൂടിയേ ഉള്ളൂ. ഫിയോഫൈസിയൽ ആരാ? ഫ്യൂക്കോക്സാന്തിൻ. ഫ്യൂക്കോക്സാന്തിൻ. റോഡോഫൈസിയിലേക്ക് വരുമ്പോഴോ ഒറ്റയാളെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഫൈക്കോ എറിത്രിൻ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? മേജർ പിഗ്മെൻറ്റ്സും പഠിച്ചു. അത്രയേ ഉള്ളൂ, പാടുള്ള സംഭവങ്ങളൊന്നുമല്ല. മേജർ പിഗ്മെൻറ്റ്സും പഠിച്ചു. ഇനി ഫുഡ്, ഭക്ഷണം. ഞാൻ പറഞ്ഞു ഇവർ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കൂലേ? ആൽഗെ ഓട്ടോട്രോഫ്സ് അല്ലേ? ഇവർ സ്വന്തം ഫുഡ് ഉണ്ടാക്കൂലേ? ഈ സ്വന്തം ഫുഡ് ഉണ്ടാക്കി അവർക്ക് അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? ചുമ്മാ ഉണ്ടാക്കി എല്ലാം ഒറ്റയടിക്ക് തിന്നെയാണോ? അല്ലല്ലോ, ഇവർക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? അപ്പോൾ എന്തിൻ്റെ ഫോമിലാണ് ഇവർ ഫുഡ് സ്റ്റോർ ചെയ്യുക? നമുക്ക് നോക്കിയാലോ. ക്ലോറോഫൈസിയെ സിമ്പിളാണ്. ആദ്യത്തെ ആളാണ്, സോ സിമ്പിളായിരിക്കും. ആരാണ്? സ്റ്റാർച്ച്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റാർച്ച്.
അല്ലേ? സ്റ്റാർച്ച് നമ്മുടെ ചോറിലുള്ള സ്റ്റാർച്ച് ഇടുമോ? സ്റ്റോറിലുള്ള സ്റ്റാർച്ച് അല്ലേ? സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് ആര് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? ക്ലോറോഫൈസിയ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഫിയോഫൈസിയയിലേക്ക് വരികയാണെങ്കിലോ രണ്ടാളുണ്ട്. ആരൊക്കെയാ? മാഗ്നറ്റോൾ ആൻഡ് ലാമിനാറിൻ. എന്താ ഞാൻ പറഞ്ഞത്? രണ്ടാൾക്കാരാണുള്ളത്. മണ്ണ് ഇട്ടോൾ, ഓക്കെ. മാഗ്നറ്റോളും അതേപോലെ ലാമിനാറിൻ. രണ്ട് ടേംസ് ഏതൊക്കെയാണ്? രണ്ട് രൂപത്തിലാണ് ഫിയോഫൈസിയയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഏതൊക്കെയാ? ലാമിനാറിനും അതേപോലെ തന്നെ മാഗ്നറ്റോളും. സോ മാഗ്നറ്റോളും ലാമിനാറിനും, കുറച്ച് സ്റ്റൈലായിട്ട് പറയണമെങ്കിൽ മാഗ്നറ്റോൾ ആൻഡ് ലാമിനാറിൻ എന്നൊക്കെ പറയാം. നമുക്ക് ആലോചിക്കാൻ ലാമിനാറിൻ എന്നൊക്കെ പറയാം. ഓക്കെ, എനിവേസ് മാഗ്നറ്റോളും ലാമിനാറിനുമാണ് ഫിയോഫൈസിയയിലുള്ള ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഫോം. ഇനി അടുത്ത് നോക്കാം റോഡോഫൈസിയയിൽ സ്റ്റാർച്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ NRI ആണ്, നമ്മൾ ഫ്ലോറിഡ എന്നൊക്കെ വന്നതാണ് അല്ലേ? ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. എന്താ? ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് തന്നെയാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, ബേസിക്കലി വേറൊരു ടൈപ്പ് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ചുമ്മാ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറിഡയിൽ നിന്ന് വന്ന സ്റ്റാർച്ച് എന്ന് ആലോചിച്ചോ. പക്ഷേ ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് ഫ്ലോറിഡയിൽ നിന്ന് വന്ന സ്റ്റാർച്ച്, അത് വേറെ തന്നെ കോമ്പൗണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള എളുപ്പത്തിന് ഫ്ലോറിഡയിൽ നിന്ന് വന്ന സ്റ്റാർച്ച് എന്ന് ആലോചിച്ചോ. സോ ആദ്യത്തേത് ക്ലോറോഫൈസിയയിൽ എങ്ങനെയാണ് ഫോം ചെയ്തത്? സ്റ്റാർച്ചിൻ്റെ ഫോമിൽ. എങ്ങനെയാണ് സ്റ്റോർ ചെയ്തത് ഫുഡ്? സ്റ്റാർച്ചിൻ്റെ ഫോമിൽ അല്ലേ? മൂന്നാമത്തെ ആൾ റോഡോഫൈസിയയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. അങ്ങ് ഫ്ലോറിഡയിൽ നിന്ന് വന്ന സ്റ്റാർച്ച്, ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. നടുവിലുള്ള ഫിയോഫൈസിയലോ മാഗ്നറ്റോളും ലാമിനാറിനും. ഓർമ്മയായോ? ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതാണെന്ത്? സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലാസ്സസ് പറഞ്ഞു, കോമൺ നെയിം പറഞ്ഞു, മേജർ പിഗ്മെൻറ്റുകളെ പേര് പഠിച്ചു, പഠിച്ചു? സ്റ്റോർഡ് ഫുഡും പഠിച്ചു. ഇനി ഇവർക്കൊക്കെ സെല്ലുണ്ടാവില്ലേ? ഇവരൊക്കെ ആൽഗി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് സെല്ലുണ്ടാവില്ലേ? ഈ സെൽസിന് വാൾ ഉണ്ടാവില്ലേ? ഈ സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പൊതുവേ പ്ലാന്റ്സിലൊക്കെ സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? പൊതുവേ ഒരു സാധാ പ്ലാന്റിൻ്റെ സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? സെല്ലുലോസ് കൊണ്ടല്ലേ? അപ്പോൾ സെല്ലുലോസ് നമുക്കറിയാവുന്ന ആൾക്കാരായിരിക്കും എവിടെ വരിക? ക്ലോറോഫൈസിയിൽ വരിക. സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള സാധനങ്ങളല്ലേ? കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കണം കേട്ടോ. അപ്പോൾ സെല്ലുലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ പ്ലാന്റ്സിലൊക്കെ പൊതുവേ ജനറൽ നമ്മൾ സെൽവാളിൻ്റെ ടേമിൽ പറഞ്ഞ സെല്ലുലോസ് ആണ്. ഓക്കെ, സെൽവാൾ ക്ലോറോഫൈസിയിൽ ഏതാ? സെല്ലുലോസ്. അതേപോലെ ഫിയോഫൈസിയലോ സെല്ലുലോസ്, റോഡോഫൈസിയലോ സെല്ലുലോസ്. മൂന്നിലെന്തുണ്ട്? സെല്ലുലോസ് ഉണ്ട്. നമ്മൾ ക്ലോറോഫിൽ മൂന്നിലുണ്ടെന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ സെല്ലുലോസ് എന്തുണ്ട്? മൂന്നിലുണ്ട്. മൂന്നിലെയും സെൽവാള് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ്. പക്ഷേ എന്നാൽ പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ വലിയ ഡിഫറൻസിയേഷൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? ഫിയോഫൈസിയയിൽ സെല്ലുലോസ് മാത്രമല്ല ഉള്ളത്, കൂടെ ആരും ഉണ്ട്? ആൽജിനും ഉണ്ട്. നേരത്തെ പറഞ്ഞ ആൽജിൻ ഹൈഡ്രോക്ലോറൈഡ് ഓർമ്മയുണ്ടോ? ആൽജിൻ, ബ്രൗൺ ആൽഗെ. ഞാൻ പറഞ്ഞു ആൽബിൻ എന്ന് പറയാൻ തോന്നും, പക്ഷെ പറയരുത്, ആൽജിൻ എന്നേ പറയാൻ പാടുള്ളൂ. ഓക്കെ, എവിടെയാണ് കാണുക? ബ്രൗൺ ആൽഗെ, സെല്ലുലോസ് ആൻഡ് ആൽജിൻ. സിമ്പിൾ. ബ്രൗൺ ആൽഗിൻ്റെ സെൽവാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുലോസും ആൽജിനും. സെല്ലുലോസ് മൂന്നിലുണ്ടെന്ന് നിങ്ങൾക്ക് തലയിൽ കയറി അല്ലേ? ക്ലോറോഫൈസിയൽ സെല്ലുലോസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫിയോഫൈസിയലോ സെല്ലുലോസും ഉണ്ട്, ആൽജിനും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് റോഡോഫൈസിയയിലേക്ക് പോവാം. സെല്ലുലോസ് എന്തായാലും ഉണ്ട്. കൂടെ ആരൊക്കെയാണുള്ളത്? പെക്റ്റിനും പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്. എന്താ പറഞ്ഞേ? പെക്റ്റിൻ സിമ്പിൾ അല്ലേ? സെല്ലുലോസ് എന്തായാലും ഉണ്ട്. മനസ്സിലായേ? കൂടെ ആരുണ്ട്? പെക്റ്റിൻ, PECTIN. പെക്റ്റിൻ. ഇത് രണ്ടും ആലോചിക്കാൻ പറ്റുമോ? സെല്ലുലോസും പെക്റ്റിനും. പി വെച്ച് തുടങ്ങുന്ന ഒരാളും കൂടിയുണ്ട്. ആരായാൾ? പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്. അതായത് കുറേ സൾഫർ ഇങ്ങനെ എസ്റ്റർ ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനത്തെ ബോണ്ടിനെയാണ് നമ്മൾ എസ്റ്റർ ബോണ്ട് എന്ന് പറയാം. ഓക്സിജനായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോണ്ടാണ് എസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. എനിവേസ് ആ എസ്റ്റർ ബോണ്ടിൻ്റെ ഫോമിൽ കുറേ സൾഫേറ്റ്സ് ഇങ്ങനെ ഒരുമിച്ച് വെക്കുന്ന ഫോമാണ് എന്ത്? ഈ പറഞ്ഞ പെക്റ്റിൻ പോളിസൾഫേറ്റ് എസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പെക്റ്റിനും ഉണ്ട്, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ സെല്ലുലോസും ഉണ്ട്. ആരൊക്കെയുള്ളത്? പെക്റ്റിനും ഉണ്ട്, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സും ഉണ്ട്, സെല്ലുലോസും ഉണ്ട്. ക്ലിയർ ആയോ? എവിടെ? റോഡോഫൈസിയയിൽ. ഓക്കെ, റോഡോഫൈസിയ മൂന്നാമത്തെ ആളല്ലേ? സോ അതിൽ 3 ആൾക്കാർ വേണ്ടേ? സെൽവാളിനകത്ത് 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? സെല്ലുലോസും പോളിസൾഫേറ്റ് എസ്റ്റേഴ്സും അതേപോലെ തന്നെ പെക്റ്റിനും. ഞാനെന്തിനാ പിന്നെയും പറഞ്ഞത്? നിങ്ങളുടെ തലയിലേക്ക് ഇത് കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ തലയിൽ കയറിയില്ലെങ്കിൽ ഇത് മറന്നു പോകും. ഓക്കെ, സെൽവാൾ കഴിഞ്ഞു. ഇനി എന്താ? ഫ്ലജല്ലേൻ്റെ എണ്ണം അതേപോലെ തന്നെ പൊസിഷൻ. ഞാൻ പറഞ്ഞു നമ്മുടെ ആൽഗേഷൻ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഫ്ലജല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഫ്ലജല്ല ഈ നീന്തി പോകാൻ വേണ്ടിയിട്ട് ഫ്ലജല്ല ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. ഈ ഫ്ലജല്ലേൻ്റെ എണ്ണം. ഓക്കെ, എത്ര ഫ്ലജല്ല ഉണ്ടാവും? ഓക്കെ, ഫ്ലജല്ല എല്ലാം ഒരേ നീളമായിരിക്കുമോ? എന്നുവെച്ചാൽ 2 ഫ്ലജല്ല ഉണ്ടെന്ന് വിചാരിച്ചോ.
ഒരു ഫ്ലജല്ല കുഞ്ഞതും ഒരു ഫ്ലജല്ല വലുതും ആണെങ്കിൽ അത് ഈക്വൽ ആണോ അൺഈക്വൽ ആണോ? അൺഈക്വൽ. ഒന്ന് കുഞ്ഞതും ഒന്ന് വലുതും ആണെങ്കിൽ വി കോൾ ഇറ്റ് അൺഈക്വൽ. രണ്ടും ഒരേ സൈസ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ഈക്വൽ. സോ ഫ്ലജലിൻ്റെ സൈസ് സെയിം ആണോ, അതോ ഒരു ഫ്ലജല ചെറുതും ഒരു ഫ്ലജല വലുതും ആണോ, എത്ര ഫ്ലജല്ല ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇവിടെ നോക്കുന്നുണ്ട്. സിമ്പിളാ, ഇതും സിമ്പിളാ. എന്താ? 2 2 എന്താ 2 ക്ലോറോഫൈസിയയിലും 2 ഫ്ലജല്ലുണ്ട്, ഫിയോഫൈസിയയിലും 2 ഫ്ലജല്ലുണ്ട്. ക്ലോറോഫൈസിയയിലും 2 ഫ്ലജല്ലുണ്ട്, ഫിയോഫൈസിയയിലും 2 ഫ്ലജല്ലുണ്ട്. പക്ഷേ ക്ലോറോഫൈസിയയിലൊരു പ്രത്യേകത ഉണ്ട്. 2 ഫ്ലജല്ല അതിൽ നിന്നോളം നിർബന്ധമില്ല. ഞാൻ ഒന്നിൽ കൂടുതൽ താങ്ങും കേട്ടോ. ആ സംഭവം ഉണ്ടല്ലോ, 2 നിന്നോളം നിർബന്ധമില്ല. 2 to 8 ആയിരിക്കും. 2 മുതൽ 8 വരെ ഫ്ലജല നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ക്ലോറോഫൈസിയെ കാണാൻ പറ്റും. ഓക്കെ, 2 to 8. അതേപോലെ ഫ്ലജല വിൽ ബി ഈക്വൽ. 2 ഫ്ലജൽ ഉണ്ടെങ്കിൽ 2 ഒരേ സൈസ് ആയിരിക്കും. 4 ഫ്ലജൽ ഉണ്ടെങ്കിൽ 4 ഒരേ സൈസ് ആയിരിക്കും. 8 ഫ്ലജൽ ഉണ്ടെങ്കിൽ 8 ഒരേ സൈസ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്, ഈ പറഞ്ഞ ക്ലോറോഫൈസിയയിൽ കാണുന്നത്. 2 to 8 ഫ്ലജലാസ് ആൻഡ് ദേ വിൽ ബി ഈക്വൽ. ഓക്കെ, അടുത്തത് ഫിയോഫൈസിയെ. 2 ഉള്ളൂ, പക്ഷേ ഉള്ള 2 തലതിരിഞ്ഞ പോയി. 2 ഉള്ളൂ, ഉള്ള 2 അൺഈക്വലാണ്. ഒന്ന് വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ ഫിയോഫൈസിയിലുള്ളത്. നമ്മളെ ക്ലോറോഫൈസിയിൽ അങ്ങനെയല്ല. 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാം. പക്ഷേ എല്ലാവരും ഒരൊറ്റ സൈസായിരിക്കും. മനസ്സിലായോ? ഒരൊറ്റ കെട്ടായിരിക്കും. എല്ലാവരും വലുതാണെങ്കിൽ എല്ലാവരും വലുത്, എല്ലാവരും ചെറുതാണെങ്കിൽ എല്ലാവരും ചെറുത്. മനസ്സിലായോ? പക്ഷേ ഫിയോഫൈസിൻ്റെ കേസിൽ അങ്ങനെയല്ല. 2 ഉള്ളൂ, ഫൈൻ, 2 ഉള്ളൂ. പക്ഷേ ഈ 2 എന്തായിരിക്കും? അൺഈക്വൽ ആയിരിക്കും. ഒന്നിന് നീളം കൂടുതലാണെങ്കിൽ മറ്റൊന്ന് എന്തായിരിക്കും? നീളം കുറവായിരിക്കും. റൈറ്റ്. ഓക്കെ, റോഡോഫൈസിൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഫ്ലജൽ ഇല്ല, ഫ്ലജൽ ആബ്സെൻ്റാണ്. ചുമ്മാ തള്ളി 16 എഴുതി വെക്കരുത് കേട്ടോ, ഫ്ലജല്ലേ ഇല്ല. ഓക്കെ, തള്ളി മറിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇവിടെ 2 മുതൽ 8, ഇവിടെ 2, എന്നാൽ പിന്നെ ഇവിടെ ഒരു 22 എഴുതാമല്ലേ? എഴുതരുത് കേട്ടോ. റോഡോഫൈസിൽ എന്തില്ല? ഫ്ലജലില്ല. ഫ്ലജല കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ് റോഡോഫൈസിയിലേക്ക് വരുമ്പോൾ. റൈറ്റ്. സോ വി ഹാവ് ക്ലോറോഫൈസിയിൽ എത്ര ഫ്ലജലുണ്ട്? ഹൗ മെനി ഫ്ലജലാസ് ഡു വി ഹാവ് ഇൻ ക്ലോറോഫൈസിയെ? 2 to 8 ഫ്ലജലാസ് ആൻഡ് ദിൽ ബി ഈക്വൽ ഇൻ സൈസ്, അല്ല ഇല്ലെങ്കിൽ ഈക്വൽ ഇൻ ലെങ്ത്. പക്ഷേ ഫിയോഫൈസിയിലേക്ക് വരുമ്പോൾ ആകെ 2 ഉള്ളൂ ആൻഡ് ദേ ആർ അൺഈക്വൽ ഇൻ ലെങ്ത്. ഓക്കെ, ഇനി ഇവരെ പൊസിഷൻ. ക്ലോറോഫൈസിയെ മേലെ നിൽക്കുന്ന ആളല്ലേ, സോ അതുകൊണ്ട് തന്നെ ഫ്ലജൽ എവിടെയാ? തലയിൽ, എപ്പിക്കൽ ഭാഗത്ത്. തലയിൽ എന്ന് വെച്ചാൽ മേലെ എപ്പിക്കൽ ഭാഗത്താണ് എന്തുണ്ടാവുക? ഫ്ലജൽ ഉണ്ടാവുക. ഓക്കെ, എവിടെ? ക്ലോറോഫൈസിയയിൽ. പക്ഷേ ഫിയോഫൈസിയിലേക്ക് വരുമ്പം സൈഡിലാണ് ഫ്ലജൽ ഉണ്ടാവുക, സൈഡ്സിലാണ് ഫ്ലജൽ ഉണ്ടാവുക. ഓക്കെ, സോ എന്തൊക്കെ ഞാൻ പറഞ്ഞത്? ക്ലോറോഫൈസിയയിൽ 2 മുതൽ 8 ഫ്ലജൽ വരെ ഉണ്ടാവാം, അവർ ഈക്വൽ ആയിരിക്കും അല്ലേ? അതേപോലെ തലയിലാണ് ഉണ്ടാവുക, വിച്ച് മീൻസ് എപ്പിക്കൽ ഭാഗത്താണ് എന്ത് ചെയ്യുക? ഉണ്ടാവുക. റൈറ്റ്. ഫിയോഫൈസി എന്ന് പറയുമ്പോൾ 2 ഉള്ളൂ, 2 തലതിരിഞ്ഞതാണ്. ഒന്ന് നീളം കൂടുതലാണെങ്കിൽ ഒന്ന് നീളം കുറവാണ്, അൺഈക്വലാണ്. അതേപോലെ സൈഡിലാണ് ഉണ്ടാവുക, ലാറ്ററലാണ്. ഓക്കെ, ലാറ്ററലാണ് പൊസിഷൻ. അതേപോലെ റോഡോഫൈസി പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ? ഫ്ലജല്ല ആബ്സെൻ്റ് ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് എന്താ? അവർ താമസിക്കുന്ന ഹാബിറ്റാറ്റ് ഒന്നുമില്ല, സെയിം ആണ്. എന്ത്? ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടർ. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല തെളിച്ചുള്ള വെള്ളം, ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് കലങ്ങിയ വെള്ളം പോലത്തെ വെള്ളമാണ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ. സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഉപ്പുള്ള വെള്ളം. അതേപോലെ 3 അങ്ങനെ ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടർ. ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടർ, 3 സെയിമാ. എന്നാൽ പിന്നെ ഇത് എല്ലാം കൂടി ഒന്നാക്കി എഴുതിയാൽ പോലെ. എന്തിനാ ഇങ്ങനെ വേറെ ആക്കി എഴുതിയത്? ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ക്ലോറോഫൈസിയെ 3 കാണും. ഫ്രഷ് വാട്ടറിലും കാണും, ബ്രാക്കിഷ് വാട്ടറിലും കാണും, സോൾട്ട് വാട്ടറിലും കാണും. ഓക്കെ, എവിടെയൊക്കെ കാണും? ഫ്രഷ് വാട്ടറിലും കാണും, ബ്രാക്കിഷ് വാട്ടറിലും കാണും, സോൾട്ട് വാട്ടറിലും കാണും. ഫിയോഫൈസി അങ്ങനെ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഫ്രഷ് വാട്ടറിൽ പൊതുവേ കുറവാണ്. ഫ്രഷ് വാട്ടറിൽ പൊതുവേ റെയറാണ്. അധികം എവിടെയാണ് കാണുക? ബ്രാക്കിഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലുമാണ് കാണുക. ഈ റോഡോഫൈസിലേക്ക് വരികയാണെങ്കിലോ അത് ഫ്രഷ് വാട്ടറിൽ കുറവാണ്. ഓക്കെ, ഫ്രഷ് വാട്ടറിൽ കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫിയോഫൈസിയെ, റോഡോഫൈസിയെ ഫ്രഷ് വാട്ടറിൽ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താ പറയുക, കുളങ്ങളിലൊക്കെ നമ്മൾ അധികം പച്ച എന്ത് ചെയ്യുന്നത്? ആൽഗനെ കാണുന്നത്. ബ്രൗണിനെ റെഡിനെ അങ്ങനെ കാണില്ലല്ലോ, പച്ചനല്ലേ കാണല്. സോ ഫ്രഷ് വാട്ടറിൽ കുറവാണ്. ആര്? ഈ പറഞ്ഞ ഫിയോഫൈസിയും അതേപോലെ തന്നെ റോഡോഫൈസിയും. റോഡോഫൈസി ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണുക? കടലിലാണ് കാണുക. ഓക്കെ, ഉപ്പ് വെള്ളത്തിലാണ് കാണുക, സോൾട്ട് വാട്ടറിലാണ് കാണുക മോസ്റ്റ്ലി. ഓക്കെ, മോസ്റ്റ്ലി നിങ്ങൾ എവിടെയാണ് കാണുക? സോൾട്ട് വാട്ടറിലാണ് കാണുക. ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടർ. ഇത് ക്ലോറോഫൈസിയൻ്റെ ആണ്. അതേപോലെ ഫിയോഫൈസിയൻ്റെ എന്താ നമ്മൾ പറഞ്ഞത്? ഫ്രഷ് വാട്ടറിൽ റെയർ ആയിട്ടേ കാണുള്ളൂ. റോഡോഫൈസിയിലേക്ക് വരുമ്പം എന്താ നമ്മൾ പറഞ്ഞത്? എന്താ? സോൾട്ട് വാട്ടറിലായിരിക്കും മോസ്റ്റ്ലി കാണാൻ വേണ്ടിയിട്ട് പറ്റാം. ഇതാണ് നിങ്ങളെ ടേബിൾ 3.1 എന്ന് പറയുന്നത്. ഈ ഒരു ടേബിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ സെയിം, ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പോയിൻറ്റ്സ് ഞാനിങ്ങനെ ഇട്ട് തരും, അത് പഠിച്ചാൽ മതി.
ഓക്കെ, ഇതാണ് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്. ഇത് ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഇനി നമ്മൾ ക്ലോറോഫൈസിനെ പറ്റി കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും, ഫിയോഫൈസിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും, റോഡോഫൈസിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പക്ഷേ ഇനി എന്തെങ്കിലും കാര്യമായിട്ട് നോക്കാനുണ്ടോ? ഇല്ല, നോക്കേണ്ട സാധനമൊക്കെ നോക്കി കഴിഞ്ഞു. ഇനി കുറച്ച് ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ നോക്കും.